بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് അശ്ശുഅറ 44 മുതൽ 48 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. فألقوا حبالهم وعصيهم. فألقوا ഈ പദത്തിൽ ഖാഫിനെ നല്ലപോലെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഅലാന്റെ 7 അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഖാഫ്. ഫഅൽഖൗ ഹിബാലഹും. ഹ തൊണ്ടയുടെ മധ്യമാണ്, ഹൽഖിയായ അക്ഷരമാണ്. അതിൻ്റെ മഖ്റജ് വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹിബാലഹും വഇസിയഹും. ഹിബാലഹും വഇസിയഹും. വഖാലു, വീണ്ടും സാക്കിനത്തായ മീമും ശേഷം വാവും ആവർത്തിച്ചു വരുന്നു. വഅസിയഹും വഖാലു അവിടെയും. ഇങ്ങനെ വരുമ്പോൾ സാക്കിനത്തായ മീമിനെ വ്യക്തമായി സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ഷഫവി എന്ന് അതിന് പേര് നൽകപ്പെടുന്നു. രണ്ടും വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. മണിക്കാതെ വ്യക്തമാക്കുക. ഹിബാലഹും വഇസിയഹും വഖാലു എന്ന് വ്യക്തമാക്കുക. ഇസിയഹും നേരത്തെ ഹ പറഞ്ഞു, അതേപോലെ ഐനും തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുന്ന ഹൽഖിയായ അക്ഷരം. സ്വാദ് ശേഷം വന്നിട്ടുണ്ട്. സ്വാദ് ഇസ്തിഅലാന്റെ 7 ഹർഫുകളിൽ പെട്ടതാണ്. തഫ്ഖീം ചെയ്യണം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. എന്നാൽ കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമേ നൽകപ്പെടുകയുള്ളൂ. വഇസിയഹും വഖാലു. വഖാലു ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും. ഇതിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അലിഫ് വന്ന് ദീർഘിപ്പിക്കുന്ന കാരണത്താൽ ഏറ്റവും പൂർണ്ണമായ തഫ്ഖീമാണ് അതിനുണ്ടാവുക. വഖാലു ബിഇസ്സതി ഫിർഔൻ. ബിഇസ്സതി ഫിർഔൻ. ഫിർഔൻ എന്ന പദത്തിൽ റായിന് തർക്കീഖ് നേർപ്പിച്ചുകൊണ്ട് റായിന് ഉച്ചരിക്കണം. റായിന് സുക്കൂനാണ്. തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ടതായ കസ്റും ഉണ്ട് എന്നതാണ് കാരണം. വഖാലു ബിഇസ്സതി ഫിർഔൻ ഇന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ഇന്ന ലനഹ്നുൽ ഗാലിബൂൻ. അൽ ഗാലിബൂൻ ഗൈനും ദീർഘാക്ഷരമായ അലിഫും ഇവ രണ്ടിനെയും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. അൽ ഗാലിബൂൻ. فألقى موسى عصاه. فألقى ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും അവിടെ തഫ്ഖീമാണ്. രണ്ടിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഫഅൽഖാ മൂസ. അതാണ് വ്യത്യാസം. അൽഖാ എന്ന് പറയുമ്പോൾ തഫ്ഖീമാണെങ്കിൽ മൂസ ഇതിന് തർക്കീഖാണ്. കാരണം ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് സീൻ, നേർവിപരീതം. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ മാത്രമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. കാരണം അത് താരതമ്യേന കുറവാണ്. ബാക്കിയൊക്കെയും തർക്കീഖിൻ്റേതാണ് എന്നതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നില്ല എന്നത് മനസ്സിലാക്കുക. അതായത് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഫഅൽഖാ മൂസ. മൂസ മൂസ പറയില്ല, മൂസ. അസാഹു. അസാഹു ഇതിൽ സ്വാദിനും അലിഫിനും തടിപ്പിക്കണം. തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അസാഹു.
വ്യത്യാസം എന്ന് തർക്കീഖ്. فإذا هي تلقف ഖാഫിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയുക. تلقف ما يأفكون فألقي السحرة ما يأفكون എന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹംസയുടെ ഉച്ചാരണമാണ് കേട്ടോ. അവിടെ മാ യൗഫിക്കൂൻ തെറ്റ് ആയി പലരും പറയും. ആ ഒരു ശീലം അങ്ങനെയുള്ളതുകൊണ്ട് യൗഫിക്കൂൻ അല്ല യഫിക്കൂൻ. മാ യഫിക്കൂൻ ഫഉൽഖിയ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. ഫഉൽഖിയ അസ്സഹറതു ഇതിൽ റായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കണം. فألقي السحرة ساجدين قالوا آمنا. ഖാഫിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം, തടിപ്പിക്കണം. ഖാ എന്ന ശബ്ദം ഖാലൂ എന്നതിലെ ദീർഘമാവട്ടെ മദ്ദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. വാവിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം. ഖാലൂ ആമന്ന ശദ്ദുള്ള നൂനിനെ മണിക്കണം. ആമന്ന ബിറബ്ബിൽ ആലമീൻ ബിറബ്ബിൽ ആലമീൻ. ഇതിൽ റാഇന് തഫ്ഖീം കൊടുക്കണം. ബിറബ്ബിൽ ആലമീൻ. അൽ ആലമീൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊണ്ടയുടെ മധ്യം ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. അൽ ആലമീൻ. റബ്ബി മൂസ വഹാറൂൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. റായിന് മാത്രമാണ് ഇവിടെ തഫ്ഖീം വരുന്നത് ഈ പദത്തിൽ, ഈ വചനത്തിൽ 2 റായികൾ ആവർത്തിക്കുന്നു. റബ്ബി മൂസ വഹാറൂൻ വഹാറൂൻ പറയരുത്, മറിച്ച് വഹാറൂൻ. റബ്ബി മൂസ വഹാറൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. فألقى موسى عصاه فإذا هي تلقف ما يأفكون. فألقي السحرة ساجدين قالوا آمنا برب العالمين رب موسى وهارون. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സന്ദേശവുമായി അള്ളാഹു ഏൽപ്പിച്ച ദൗത്യവുമായി ഫിറഔൻ്റെ അടുക്കൽ ചെല്ലുകയും ഫിറഔനുമായി നടന്ന സംഭാഷണവുമെല്ലാമാണ് കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കിയത്. അതിനുള്ള ദൃഷ്ടാന്തമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നൽകിയ പല അടയാളങ്ങളും മുഅ്ജിസത്തുകളും അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അവസാനം ഫിറഔൻ അതെല്ലാം തള്ളിപ്പറയുകയും ഏറ്റവും വലിയ മാരണക്കാരനാണ്, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വന്നവനാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭാഷണങ്ങളെല്ലാം നാം കഴിഞ്ഞ വചനങ്ങളിലൂടെ അറിഞ്ഞു കഴിഞ്ഞതാണ്. അവസാനം അവർ മാരണക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം നിശ്ചയിക്കുകയാണ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി നടക്കുന്നതായ ഒരു പരീക്ഷണത്തിന്, മത്സരത്തിന്. അവർ ഫിർഔനോട് ചോദിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞു. ഞങ്ങൾ വിജയികളായാൽ ഞങ്ങൾക്ക് വലിയ ഭൗതികമായ നേട്ടങ്ങളും സമ്മാനങ്ങളും കൂലിയും എല്ലാം ഉണ്ടാകുമോ? ഫിർഔൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് സാമീപ്യം നൽകപ്പെടുന്ന എൻ്റെ ഏറ്റവും ഇഷ്ട കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അൽഖൂ മാ അൻതും മുൽഖൂൻ. ഓക്കെ, എന്നാൽ നിങ്ങൾക്കെന്താണോ ഇവിടെ നിലത്തിടാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഇട്ടുകൊള്ളുക, എറിഞ്ഞുകൊള്ളുക, നിലത്തേക്ക് ഇട്ടുകൊള്ളുക. അതാണ് 43-ാമത്തെ വചനത്തിൽ നാം മനസ്സിലാക്കിയത്. അങ്ങനെ ഫഅൽഖൗ ഹിബാലഹും വഅസിയ്യഹും, അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളും വടികളും നിലത്തിടുകയുണ്ടായി. വഖാലൂ ബിഇസ്സതി ഫിർഔൻ, അവർ പറയുകയാണ്, ഫിർഔൻ്റെ പ്രതാപം തന്നെ സത്യം, ഫിർഔൻ്റെ ഇസ്സത്ത്, ഫിർഔൻ്റെ പ്രതാപം തന്നെ സത്യം. ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, നിശ്ചയമായും നമ്മളിതാ ഇവിടെ വിജയിക്കാൻ പോകുന്നു. ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ പരീക്ഷണം നടക്കുകയാണ്. സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ അവർ പറയുന്നു, നമ്മളിതാ ഇപ്പോൾ വിജയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ കയ്യിലുള്ള വടിയും കയറുകളുമെല്ലാം നിലത്തിടുകയുണ്ടായി. ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ, നിശ്ചയമായും നാമാണ് വിജയിക്കുന്നവർ, ഫിർഔൻ്റെ പ്രതാപം തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലത്തിട്ടു. ഫഅൽഖാ മൂസ അസാഹു, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വടിയും നിലത്തിട്ടു. ഫഅൽഖാ മൂസ, അപ്പോൾ മൂസ നിലത്തിട്ടു, ഇടുകയുണ്ടായി. അസാഹു, തൻ്റെ വടി. ഫഇദാ ഹിയ, അപ്പോൾ അത് ആ വടി, അസാ മുഅന്നസായതുകൊണ്ടാണ്. ഫഅൽഖാ മൂസ അസാഹു ഫഇദാ ഹിയ, അപ്പോൾ അത് തൽഖഫു മാ യഫികൂൻ, അവർ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയതിനൊക്കെയും അത് വിഴുങ്ങിക്കളയുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറുകയും അവർ മാരണം ചെയ്തുകൊണ്ട് മാജിക്കായി ജനങ്ങൾക്ക് മുമ്പിൽ ചെറിയ സർപ്പങ്ങളായി കാണിച്ചു കൊടുത്ത അത് സിഹ്ർ ചെയ്തുകൊണ്ട് ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ നിലത്തിട്ടതിനെ ഒക്കെയും ഈ സർപ്പം പോയി വിഴുങ്ങിക്കളയുന്നു. തൽഖഫു മാ യഫികൂൻ ഫഉൽഖിയ അസ്സഹറതു സാജിദീൻ, ഇത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. ഫഉൽഖിയ അസ്സഹറതു, ആ സാഹിറന്മാർ, ആ ജാലവിദ്യക്കാരെല്ലാവരും തന്നെ വീഴുകയാണ്. അൽഖയുടെ മബ്നിയുൽ മഫ്ഊൽ അല്ലെങ്കിൽ മജൂലിൻ്റെ രൂപം എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ രൂപമാണ്. ഉൽഖിയ, അവർ വീഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ വീണു. അവർ സ്വമേധയാ, അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ, മറ്റൊരു മാർഗവുമില്ലാതെ അവർ വിശ്വസിച്ചു പോവുകയാണ് ഈ ദൃഷ്ടാന്തത്തിൽ, ഈ സത്യത്തിൽ. പിന്നെ ഒന്ന് അവർക്ക് ആലോചിക്കാൻ സമയമുണ്ടാകുന്നില്ല. അത്രക്ക് അവർ ഇതിൽ വിശ്വാസം പൂണ്ടു. അങ്ങനെ അവർ, ആ സാഹിറന്മാർ, ആ ജാലവിദ്യക്കാർ എല്ലാവരും തന്നെ فلما أبصر السحرة عصا موسى تبتلع ما ألقوه من سحرهم سقطوا ساجدين فألقي السحرة ساجدين, അവരെല്ലാവരും തന്നെ സുജൂദ് ചെയ്യുന്നവരായി, സാഷ്ടാംഗം നമിക്കുന്നവരായി സുജൂദിൽ വീണു എന്നാണ് പറയുന്നത്. സുജൂദ് ചെയ്യുന്നവരായിട്ട് വീഴുകയുണ്ടായി. ഖാലൂ, അവർ പറയുകയും ചെയ്തു, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. എല്ലാം സൃഷ്ടിച്ചവനായ, പരിപാലിക്കുന്ന രക്ഷകനായ മഹാനായ പടച്ച തമ്പുരാനിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വഹാറൂൻ, മൂസായുടെയും
ഹാറൂനിൻ്റെയും രക്ഷിതാവായ ആ റബ്ബുൽ ആലമീനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുകയും ഉണ്ടായി. ശേഷം ഫിർഔൻ അവരോട് സ്വീകരിച്ച നിലപാടെന്താണെന്ന് പിന്നീടുള്ള വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം.